നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് പോസിറ്റീവ് എനർജി ലഭിക്കാൻ വേണ്ടിയാണ്. അവിടെയുള്ള പോസിറ്റീവ് ചൈതന്യം നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നമ്മൾക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഒരു നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലത്തു പോകുമ്പോൾ അവിടെയുള്ള നെഗറ്റീവ് ചൈതന്യം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നമ്മൾക്ക് സകല ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടു ശ്മശാനം, മരിച്ചുപോയവരെ കാണാൻ അവരുടെ വീട്ടിൽ പോകുമ്പോഴും നെഗറ്റീവ് എനർജി ഉള്ള വ്യക്തികളുമായുള്ള ശാരീരിക സ്പർശം ഉണ്ടായാൽ ശ്രദ്ധിക്കണം. നെഗറ്റീവ് എനർജി ഉള്ള വ്യക്തികളുമായുള്ള ശാരീരിക സ്പർശം ഉണ്ടായാൽ നെഗറ്റീവ് എനർജി ഉള്ള വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു നമ്മൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവും. അതുപോലെ പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തികളുമായുള്ള ശാരീരിക സ്പർശം ഉണ്ടായാൽ പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു നമ്മൾക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. വലിയ സന്യാസിമാർ, യോഗികൾ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എന്നിവരുടെ അനുഗ്രഹങ്ങൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. ഭഗവാൻ പരശുരാമൻ തന്ത്രിമാർക്ക് പറഞ്ഞുകൊടുത്ത ഒരു താന്ത്രിക രഹസ്യം ആണ് ഇത്. അതുകൊണ്ടു ആണ് തന്ത്രിമാർ ആരെയും സ്പർശിക്കാതെ അമ്പലത്തിൽ കർമ്മം ചെയ്യുന്നത്, അല്ലാതെ അവർ ഉന്നത കുലത്തിൽ ആയതുകൊണ്ടല്ല. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുമെങ്കിൽ നെഗറ്റീവ് ഉള്ള സ്ഥലമായും വ്യക്തികളുമായുള്ള നമ്മുടെ സമ്പർക്കം നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടും. ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുക.